ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ആപ്പിൾ ജാമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ 4 ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോൾ ആപ്പിൾ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഇട്ട കറുകപ്പട്ട നമ്മൾ ഇതിൽ ഇടേണ്ട ആവശ്യമില്ല. അത് നമുക്ക് മാറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നോക്കിയിട്ട് കൂടുതൽ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഞാനിവിടെ വീഡിയോയ്ക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇത് ഇളക്കി ജാമിൻ്റെ പരുവാവുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഞാനിവിടെ ഒരു 1.5 സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ജാമിൽ ഒരു പുളിരസമൊക്കെ കൂടി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അധികം കട്ടിയായിട്ട് വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ജാമിൻ്റെ ഒരു പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.